ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഒരു എർട്ടിക വണ്ടിയാണ്. അതിൽ നമ്മൾ ക്രോം വർക്കുകളാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ അതിലെ ബമ്പറിൽ റിയർ റിഫ്ലക്ടർ മാറ്റിയിട്ട് ഒരു നല്ലൊരു LED മാട്രിക്സ് LED നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്ക്, ബ്രേക്ക്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും കൂടി വരുന്നൊരു LED ലൈറ്റ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട് റിയർ ബമ്പറിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കഴിഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വണ്ടി വരുന്നത് ഇതിൽ നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, ഇതിൽ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രോം ഫോഗ് ലാമ്പിലുണ്ടായിരുന്നു. ഫോഗ് ലാമ്പിൽ നല്ലൊരു ക്രോം നമ്മൾ ആഡ് ചെയ്തു. ക്രോമിൻ്റെ വർക്കുകളാണ് നമ്മളിതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോഗ് ലാമ്പ്, ക്രോം, ഇവിടെ ഒരു പീസും വരും, ഇതിലൊരു പീസ് വരും. ശരിക്കും നല്ല ഈ ബ്ലാക്കിൻ്റെ മേലെ തൊട്ടിക്കുമ്പോൾ നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. അതേപോലെ നമ്മൾ പിന്നെ ചെയ്തിട്ടുള്ളത് വിൻഡോ ഗാർണിഷ് ലോവർ. വേണ്ട, ഈ വിൻഡോ ഗാർണിഷ് ലോവർ ഇതിങ്ങനെ ഈ അറ്റം വരെ നമുക്ക് വരും. 1, 2, ഇത് അടക്കം 3, ഇതും കൂടി വരുമ്പോൾ 4 പീസ് വിൻഡോ ഗാർണിഷ് ലോവർ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ നല്ലൊരു ക്യാച്ച് കവർ മാത്രമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബൗളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നഖം കൊള്ളുമ്പോൾ നമുക്ക് അതിന്മേ കളറൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൽ ചെറിയ ചെറിയ കോർലുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഡോറിൽ നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. സൈഡ് ബീഡിങ് അടിയിൽ ഇതിലുണ്ടായിരുന്നതാണ്, നമ്മൾ വെച്ചതല്ല. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ബാക്കിലെ ടൈലൈറ്റുമിക്കുള്ളൊരു ക്രോം. ടൈലൈറ്റിൻ്റെ ക്രോം വരുന്നത് 1 പീസ്, ഇത് 2 പീസ്, ഇത് 3 പീസ്, ഇങ്ങനെ 3 പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ 3 പീസാണ് വരുന്നത്. 1, 2, 3 പീസ് നമുക്കതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡിക്കിമിലാണ് ഏറ്റവും കൂടുതൽ ക്രോം എർട്ടികയിൽ വരുന്നത് കേട്ടോ. ഉള്ളൊരു ക്രോമാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ താഴെ ഡിക്കിയുടെ ഏറ്റവും മുകളിൽ, ഡിക്കി ഡോറിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന നല്ല അടിപൊളിയുള്ളൊരു ക്രോം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു ക്രോം, ഇതൊരു ക്രോമാണ്. പിന്നെ വരുന്ന ഒരു യു ക്രോം അതിൽ വരുന്നുണ്ട്, ഒരു യു ക്രോം. പിന്നെ ഏറ്റടിയിൽ വരുന്ന ഡിക്കി പട്ടി ക്രോം എന്ന് പറയും, അല്ലെങ്കിൽ ഡിക്കി ബോട്ടം ക്രോം. അതേപോലെ പിന്നെ ചെയ്തിട്ടുള്ളത് നമ്മൾ റിയർ റിഫ്ലക്ടർ LED അവിടെ വെച്ചു. റിഫ്ലക്ടർ മാറ്റിയിട്ട് LED വെച്ചു, പക്ഷെ അതിനോടുകൂടി ക്രോം വെച്ചു. 2 പീസ് വരുന്നുണ്ട് ഒരു സൈഡിൽ. അങ്ങനെ ടോട്ടൽ 4 പീസാണ് നമുക്കതിൽ വരുന്നത്. ഇത് ശരിക്കും നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. കണ്ട, ഇപ്പോൾ വണ്ടിയുടെ ഇടുപ്പ് തന്നെ കണ്ട, ആ ക്രോം കൂടെ വന്നപ്പോൾ നല്ല മാറ്റമായി വണ്ടിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള വേറൊരു വർക്ക് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോർ സിൽ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചവിട്ടിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ, ഡോർ തുറന്ന് കയറുമ്പോൾ ആ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിൽ പ്ലേറ്റ് നമ്മൾ ഒടിച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അതുകൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഡോർ സിൽ പ്ലേറ്റ് വരുന്നത്. ഈ ഒരു വർക്ക് മാത്രം നമ്മൾ ഉള്ളിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പുറത്തുള്ള ക്രോമുകളാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. 4 ഡോറിൻ്റെ അവിടെയും ഈ സിൽ പ്ലേറ്റ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ SS ആണ്. അത് നമുക്ക് ഇതുമ്പോൾ നമ്മുടെ ബോഡി കളർ അവിടെ ചവിട്ടി കോറിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എർട്ടികയുടെ തന്നെ വളരെയധികം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ടതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.